സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ആണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. സോ സ്പീഷീസ് എ, സ്പീഷീസ് ബി, ആ രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിൽ പോപ്പുലേഷനിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഇൻട്രാക്ഷനിലുള്ള പേരുകളാണ്. സോ എ സ്പീഷീസും ബി സ്പീഷീസും തമ്മിൽ ഒരു പോപ്പുലേഷനിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഇൻ്റർ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്. സോ ഇൻട്രാക്ഷൻസിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ സ്പീഷീസ് എ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, സ്പീഷീസ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസ് എക്കും സ്പീഷീസ് ബിക്കും ബെനിഫിഷ്യറിയാണ്. രണ്ട് സ്പീഷീസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനത്തെ ഇൻട്രാക്ഷൻസിനാണ് മ്യൂച്വലിസം എന്ന് പറയാം. ബോത്ത് സ്പീഷീസിനും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതാണ് മ്യൂച്വലിസം. സ്പീഷീസ് എക്കും ബെനിഫിറ്റ് ഉണ്ട്, സ്പീഷീസ് ബിക്കും ബെനിഫിറ്റ് ഉണ്ട്. സോ സ്പീഷീസ് എയും സ്പീഷീസ് ബിക്കും രണ്ട് സ്പീഷീസിനും ഇൻട്രാക്ഷൻ കിട്ടുമ്പോൾ ആ ഇൻട്രാക്ഷൻ്റെ പേരാണ് മ്യൂച്വലിസം. സോ സ്പീഷീസ് എക്ക് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സ്പീഷീസ് ബിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടും പോസിറ്റീവ് സൈൻ കാണിക്കുന്നതിൻ്റെ അർത്ഥം എക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ബിക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ അങ്ങനത്തെ ഇൻട്രാക്ഷനാണ് മ്യൂച്വലിസം. രണ്ടാമത്തെ ഇൻട്രാക്ഷനാണ് സ്പീഷീസ് എ നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട്, സ്പീഷീസ് ബിയും നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട്. സോ രണ്ട് സ്പീഷീസിനും അവിടെ നഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബെനിഫിറ്റ് രണ്ടുപേർക്കും കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് കോമ്പറ്റീഷൻ. സോ ബോത്ത് സ്പീഷീസ് ലൂസ് ഇൻ കോമ്പറ്റീഷൻ ആൻഡ് ബോത്ത് സ്പീഷീസ് ബെനിഫിറ്റ് ഇൻ മ്യൂച്വലിസം. രണ്ട് സ്പീഷീസിനും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മ്യൂച്വലിസം, രണ്ട് സ്പീഷീസിനും ബെനിഫിറ്റ് ഇല്ല, അവർക്ക് നഷ്ടപ്പെടുകയാണ്, ലൂസാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർ കോമ്പറ്റീഷനാണ് ആ ഇൻട്രാക്ഷൻ. പിന്നത്തേതാണ് സ്പീഷീസ് എ പോസിറ്റീവ് സൈൻ, സ്പീഷീസ് ബി നെഗറ്റീവ് സൈൻ. അതായത് ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് കിട്ടുന്നു, മറ്റൊരു സ്പീഷീസിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പ്രിഡേഷൻ, നമ്മുടെ ഹോസ്റ്റ് ആൻഡ് പ്രേ ഇൻട്രാക്ഷൻ. അതുപോലെ തന്നെ പാരസിറ്റിസത്തിലും അങ്ങനെയാണ്, ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് കിട്ടുന്നു, ഒരു സ്പീഷീസിന് നഷ്ടപ്പെടുന്നു. സോ അതും പാരസിറ്റിസം. പാരസൈറ്റ്സ് ഹോസ്റ്റിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ സോ ഹോസ്റ്റിന് അത് നെഗറ്റീവായിരിക്കും, പാരസൈറ്റിന് അത് പോസിറ്റീവായിരിക്കും. സോ പ്രിഡേഷനിലാണെങ്കിൽ ഇതാണ് പ്രേക്ക് നെഗറ്റീവ്, മറ്റേ പ്രിഡേറ്റർ പോസിറ്റീവ്. സോ പ്രിഡേറ്ററാണ് മെക്കാനിസം പ്രിഡേഷൻ. സ്പീഷീസ് എ സ്പീഷീസ് ബി, അതുപോലെ സ്പീഷീസ് എ സ്പീഷീസ് ബി, ഈ രണ്ടെണ്ണത്തിലും പ്രിഡേഷനിലും പാരസിറ്റിസിലും ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്നു, മറ്റേ രണ്ട് സ്പീഷീസിനും അല്ലെങ്കിൽ മറ്റ് സ്പീഷീസിന് എന്ത് സംഭവിക്കുന്നു, അവിടെ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. പിന്നത്തെ ഇൻട്രാക്ഷൻസ് ആണ് ഒരു സ്പീഷീസിന് പോസിറ്റീവ് സൈൻ ബെനിഫിറ്റ് കിട്ടുന്നു, മറ്റൊരു സ്പീഷീസിന് ബെനിഫിറ്റും കിട്ടുന്നില്ല, യാതൊരുവിധ നഷ്ടവും സംഭവിക്കുന്നില്ല. സോ അതാണ് ന്യൂട്രൽ സൈൻ കൊടുത്തേക്കുന്നത് 0. അതുപോലെ തന്നെയാണ് ഒരു സ്പീഷീസിന് അതിന് ഹാം സംഭവിക്കുന്നു, മറ്റൊരു സ്പീഷീസിന് ഗുണവുമില്ല ദോഷവുമില്ല. സോ ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് കിട്ടുകയും മറ്റൊരു സ്പീഷീസിന് നഷ്ടവും ഇല്ല ഗുണവുമില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഇൻട്രാക്ഷനാണ് കമൻസാലിസം. സോ കമൻസാലിസത്തിൽ വൺ സ്പീഷീസ് ഈസ് ബെനിഫിറ്റഡ്, മറ്റേ സ്പീഷീസ് നൈദർ ബെനിഫിറ്റഡ് നോർ ഹാംഡ്, മറ്റേ സ്പീഷീസിന് ബെനിഫിറ്റുമില്ല ഹാമുമില്ല. അങ്ങനെയാണെങ്കിൽ അത് കമൻസാലിസം. ഒരു സ്പീഷീസിന് മാത്രം ബെനിഫിറ്റ് കിട്ടുകയും മറ്റൊരു സ്പീഷീസിന് ബെനിഫിറ്റും കിട്ടുന്നില്ല എന്നാൽ ദോഷവും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് കമൻസാലിസം എന്ന് പറയുന്നു. വേറൊരു ഇൻട്രാക്ഷൻ ആണെങ്കിൽ ഒരു സ്പീഷീസിന് അതിന് ദോഷം സംഭവിക്കുന്നു, മറ്റൊരു സ്പീഷീസിന് ബെനിഫിറ്റും കിട്ടുന്നില്ല ദോഷവും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് അമെൻസാലിസം. സോ അമെൻസാലിസത്തിൽ ഒരു സ്പീഷീസിന് ദോഷം സംഭവിക്കുന്നു, വൺ സ്പീഷീസ് ഹാം, ഒരു സ്പീഷീസ് ഹാം സംഭവിക്കുന്നു, അതായത് ദോഷം സംഭവിക്കുന്നു, മറ്റ് സ്പീഷീസ് അൺഎഫക്റ്റഡ്, ബെനിഫിറ്റുമില്ല ദോഷവുമില്ല. അങ്ങനത്തെ ഇൻട്രാക്ഷനാണ് അമെൻസാലിസം. സോ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് നമുക്ക് പോപ്പുലേഷൻസിൽ കാണാൻ പറ്റുന്നതാണ്. സോ ഈ പറഞ്ഞതിൽ പ്രിഡേഷൻ, പാരസിറ്റിസം, അതുപോലെ കമൻസാലിസം. പ്രിഡേഷൻ, പാരസിറ്റിസം, കമൻസാലിസം, ഈ 3 ടൈപ്പ് ഇൻട്രാക്ഷൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലുള്ള സ്പീഷീസുകൾ, സ്പീഷീസ് എയും ബിയും അവർ തമ്മിൽ ഇൻട്രാക്ഷൻ ക്ലോസ്ലി ആണ്. സോ ക്ലോസ്ലി ഇൻട്രാക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഈ രണ്ട് സ്പീഷീസ് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് നടക്കുന്ന ടൈപ്പ് ഉള്ളതാണ് പ്രിഡേഷൻ, പാരസിറ്റിസം ആൻഡ് കമൻസാലിസം. സോ പ്രിഡേഷൻ, പാരസിറ്റിസം ആൻഡ് കമൻസാലിസത്തിൽ അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവരുടെ ഇൻട്രാക്ടിങ് സ്പീഷീസ് ലിവ് ക്ലോസ്ലി ടുഗദർ, അവിടെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്പീഷീസ് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് ആണ് പ്രിഡേഷനും പാരസിറ്റിസും ആൻഡ് കമൻസാലിസും. ഇനി ഇതിൽ ഓരോ ഇൻട്രാക്ഷൻസ് നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.